അസ്സബ്റു വൻ മആസില്ല. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അപാരമായ ക്ഷമ വേണം. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നല്ല ക്ഷമ വേണം. കഴിഞ്ഞ ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് നമുക്കൊക്കെ പേടി അല്ലാഹനെയല്ല ജനങ്ങളെയാണ്. ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മുത്തഖിയാണ്. സ്വകാര്യതയുടെ നിമിഷങ്ങളിലോ പക്കാ തെമ്മാടിയാണ്, ഫ്രോഡാണ്. സ്മാർട്ട് ഫോൺ കൈകളിലുള്ള ഓരോരുത്തരും ആലോചിക്കേ, നിങ്ങൾക്കിതുകൊണ്ട് നല്ലവനാകാം, നിങ്ങൾക്കിതുകൊണ്ട് തെമ്മാടിയാകാം. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള കണ്ണ്, കാത്, നാവ്, ഹൃദയം, കൈകാലുകൾ, ലൈംഗികാവയവമടക്കമുള്ള നമ്മുടെ ശരീരം, ആ ശരീരം റബ്ബ് തന്നതാണ്. ആ റബ്ബിന് വെറുപ്പുള്ള വിധത്തിൽ അത് ഉപയോഗിക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. നമുക്ക് മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ള ദൃശ്യങ്ങൾ ആരാരും അറിയാതെ സ്വകാര്യതകളിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാണ്. കാണാം, രസിക്കാം. ആരാ കാണുന്നത്? ആരും കാണുന്നില്ല. ആരും കാണുന്നില്ല. വേണമെങ്കിൽ ബന്ധപ്പെട്ടവർ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം, ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നൊരു വിദ്യാർത്ഥിക്ക് പറയാം, ഞാൻ വേറെന്തോ മെസ്സേജ് അയക്കുകയാണെന്ന് വേറൊരുത്തർ പറയാം. ഒക്കെ പറഞ്ഞോളൂ. ദുന്യാവിൽ അതൊക്കെ അക്സെപ്റ്റഡ് ആയിരിക്കും, സ്വീകരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. രാജാതിരാജനായ റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ. അല്ലാഹുവിന്റെ കണ്ണുകൾ അവനെ മയക്കം പോലും ബാധിക്കില്ല. എന്നിട്ടല്ലേ ഉറക്കം. ആയത്തുൽ കുർസിയിലെ വചനമാണ് നിങ്ങൾ കേട്ടത്. 5 നേരം നിസ്കാരത്തിന്റെ ശേഷം പറയണില്ലേ ആയത്തുൽ കുർസി? അള്ളാനെയാണ് പരിചയപ്പെടുത്തുന്നത്. അവൻ ഉറങ്ങൂലട്ടോ, മയക്കം പോലും ഇല്ലട്ടോ, എല്ലാം കാണുകയാണ്. ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹ് കാണുന്നു. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം. ഇതാ പലരും നമ്മുടെ മുമ്പിൽ വലിയ ഓഫറുകളുമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ പാതിരയിൽ ഒറ്റക്കാണോ? ആരോടും നിങ്ങൾക്ക് സംസാരിക്കാനില്ലേ? ഇതാ റെഡിയാണ്, എന്നെ വിളിച്ചോളൂ. ആദ്യ ചാറ്റിംഗ് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഓരോ സെക്കൻഡിനും ഇത്ര കൊടുത്താൽ മതി. പെണ്ണുങ്ങൾ റെഡിയാണ്, പെണ്ണുങ്ങൾ റെഡിയാണ്. പെണ്ണുങ്ങളോടല്ല ആണുങ്ങളോട്. ആണുങ്ങൾ റെഡിയാണ് പെണ്ണുങ്ങളോട്. ബോയ് ഫ്രണ്ട്സുകളുണ്ട്, ഗേൾ ഫ്രണ്ട്സുകളുണ്ട്, കോൾ ഗേൾസുകൾ ഉള്ളതുപോലെ കോൾ ബോയ്സുകളുണ്ട്. എല്ലാരും ഉണ്ട്. ഈ ലോകം അങ്ങനെയാണ്. അള്ളാഹു പറഞ്ഞു ഒരു പെണ്ണിനോട്, നീ നിന്റെ മുഖവും മുൻകൈകളും അല്ലാത്തത് നിർബന്ധമായി മറച്ചിരിക്കണം. മുഖം പോലും മറക്കാൻ സാധിച്ചാൽ ഉത്തമമാണ്, സംശയമൊന്നുമില്ല. ആരെ പേടിച്ചിട്ട്? പള്ളിയിലെ മൗലവിനെ കാണുമ്പോ മാത്രാണോ? മറ്റൊരാളെ കാണുമ്പോ മാത്രാണോ? ബഹുമാനിക്കുന്നു എന്ന് തോന്നുന്നവരെ കാണുമ്പോ മാത്രമാണോ? ഒരിക്കലുമല്ല. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞതാ, അന്യരുടെ മുമ്പിൽ എന്റെ വേഷം ഇപ്രകാരമായിരിക്കണം. അത് പാലിക്കണമെങ്കിൽ നല്ല ക്ഷമയുള്ള പെണ്ണിനെ കഴിയൂ. പടച്ചോനെ പേടിയുള്ളവർക്കേ കഴിയൂ. ബഖറ സൂറത്തിലെ തുടക്കം കേട്ടില്ലേ? ഇത് വലിയ പ്രയാസമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ. നല്ല പടച്ചോനെ പേടിയുള്ളവർക്കല്ലാതെ ഇതിന് പറ്റൂല. ഒരു ന്യായീകരണം കണ്ടെത്തും. ചൂടെടുക്കും, മഷ്കനട്ടാല് ചൂടെടുക്കും. ശൈത്താൻ പറഞ്ഞു കൊടുത്തു. എവിടുക്കാ പോയി കിടക്കുന്നത്? ഖബറ്. അതിനേക്കാൾ അത്യുഗ്രമായ ചൂടുള്ള നരകത്തിയിലേക്കാ പോയി കിടക്കാനുള്ളത്. പെങ്ങളെ നല്ലോണം ചിന്തിച്ചോ. ആർക്കും വേണ്ടി പറയല്ല, ആർക്കും വേണ്ടി പറയല്ല. സ്വന്തത്തോട് ചോദിക്ക്. ഇന്ന് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എനിക്കിഷ്ടല്ലാത്ത വേഷത്തിൽ 3 വെള്ള കഷ്ണത്തുടിയിൽ എന്നെ കഫം പൊതിഞ്ഞ് ഒരു മുഖമക്കനെയും ധരിപ്പിച്ച് ഒരു അരയുടുപ്പ് മുടിപ്പിച്ചിട്ട് 3 വെള്ള തുണിയിൽ മുഴുവനും മൂടിയിട്ട് ഒരു മുടിനാരിഴ കാണാതെ തലയുടെ ഭാഗത്തൊരു കെട്ട്, കാലിന്റെ ഭാഗത്തൊരു കെട്ട്, മധ്യഭാഗത്തൊരു കെട്ട് ഖബറിൽ കൊണ്ടുപോയി ഇറക്കി വെക്കും. നിന്നെ ഈ വേഷത്തിന് പ്രേരിപ്പിച്ച, പ്രോത്സാഹിപ്പിച്ച ഒരാളും നിന്റെ കൂടെ ഖബറിൽ ഉണ്ടാവില്ല. റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്കാ പോണത്. നല്ലോണം ചിന്തിച്ചോളൂ. ഇത് അവരവരുടെ കാര്യം ചിന്തിക്കേണ്ടത്, വേറെ ആർക്കും വേണ്ടിയല്ല പറയും. നമ്മൾ ചിന്തിക്കണം. എന്തിനാ ഞാൻ ഈ വേഷം ധരിക്കുന്നത്? എന്റെ റബ്ബിന് വേണ്ടി. ബോധം കെട്ട് വീഴുന്ന സമയത്ത് പോലും, അബോധാവസ്ഥയിൽ വീഴുമ്പോ ശരീരത്തിൽ നിന്ന് ഔറത്ത് വെളിവായപ്പോ കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബ വനിത വന്നു. നബിയെ, ബോധം കെട്ട് വീണ പെണ്ണാ ഞാൻ, പലപ്പോഴും അപസ്മാരണ്ട്. അപ്പന്റെ അറിയാതെ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം വെളിവായിട്ട് അന്യ ആണുങ്ങൾ അത് കാണുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാന്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ വീഴുമ്പോ നിന്റെ ഔറത്ത് വെളിവാവൂല.
ദുആ ചെയ്തു. ആ സ്ത്രീ മരണം വരെ വീണിട്ടുണ്ട്, പിന്നെയും ഔറത്ത് വെളിവായിട്ടില്ല. ആ ഉമ്മമാര് പോയ സ്വർഗത്തിലേക്ക് പോകാനാ പെങ്ങളെ കാത്തിരിക്കുന്നത്. മനഃപൂർവ്വം തന്റെ ഔറത്ത് വെളിവാക്കി കണ്ടോളിൻ, നോക്കിക്കോളിൻ, ആസ്വദിച്ചോളിൻ എന്ന് പറഞ്ഞ് റീൽസുകളിൽ ആറാടുന്ന പെങ്ങളെ, ലക്ഷങ്ങൾക്കിടെ ലൈക്ക് കിട്ടാൻ വേണ്ടി ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പെങ്ങളെ, ഖബറിൽ വെച്ചാൽ മൂന്നാമത്തെ ദിവസം നിന്റെ ശരീരം മുഴുവനും പൊട്ടി അഴിഞ്ഞു ഒഴുകി ഖബർ നിറയും. അതിൽ പുഴുക്കൾ വന്ന് നിന്റെ മാംസം തിന്നും. വിശ്വാസമുള്ളവരോടാ ഞാൻ പറയുന്നത് കേട്ടോ, വിശ്വാസമുള്ളവരോട് മാത്രം, അല്ലാത്തവരോട് എനിക്ക് വർത്താനില്ല. നല്ല ക്ഷമയുള്ളവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ വേഷവിധാനം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയും. ഒക്കെ സിമ്പിൾ ഉദാഹരണങ്ങൾ ഞാൻ പറയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കാൻ സ്മാർട്ട് ഫോണുകൾ ഉപയോഗപ്പെടുത്തുമ്പോ അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് കാണാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് ചാറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ, ഈ കൈ കൊണ്ട് ചാറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് സംസാരിക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് കേൾക്കാതിരിക്കണമെങ്കിൽ നല്ല ക്ഷമ വേണം. ആ ക്ഷമയുള്ളവർക്കാണ് അള്ളാഹു വാരിക്കോരി പ്രതിഫലം കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലും ക്ഷമ പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല.